ഇന്ന് ഈ വ്ളോഗർമാർ, യൂട്യൂബർമാർ, കൂറ്റൂബർമാർ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ മരണവീടായാലും കല്യാണ വീടായാലും കാണാൻ കൊള്ളാവുന്ന മേനിയഴകുള്ള പെണ്ണുങ്ങളുടെയും ഒക്കെ പുറകിൽ അവർ ചിരിക്കുന്നത് കണ്ടോ, അവർ നടക്കുന്നത് കണ്ടോ, അവർ നെയ്യപ്പം തിന്നുമ്പോൾ അവരുടെ ഭാവം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലുകൾ ഉണ്ടാക്കി അവരുടെ ശരീരത്തെയും രൂപത്തെയും ഭാവത്തെയും കൂടാതെ ഏതെങ്കിലും ചടങ്ങ് നടക്കുന്ന വീടുകളിലെ കോമാളിത്തരത്തെയും വിറ്റ് തിന്നാൻ നടക്കുന്ന കുറേ വ്ളോഗർമാരും യൂട്യൂബർമാരും ഉണ്ട്. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ സാധനങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകൾ നമ്മൾ സാധാരണ പണ്ടെവിടെയൊക്കെയോ ഒരു ചിത്രത്തിൽ നാവ് നീട്ടിയിരിക്കുന്ന ഓന്തോ അരണയോ പോലെ കാത്തിരിക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പൂന്തു വിളയാടുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. വളരെ അടുത്ത ദിവസമാണ് നമ്മുടെ അന്തരിച്ച മഹാനായ നടൻ സലീം കുമാറിൻ്റെ വീട്ടിലെ ഈ സംസ്കാര ചടങ്ങ്. അതിന് പോലും അവർക്കൊന്നും നിൽക്കാൻ കഴിയാത്ത വിധം മമ്മൂട്ടി ഇട്ടുകൊണ്ട് വന്ന നിക്കറ് കണ്ടോ, മോഹൻലാൽ എടുത്തുകൊണ്ട് വന്ന മുണ്ട് കണ്ടോ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ പുറകിലൊരു ക്യാമറയും തൂക്കി ഈ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. സ്വകാര്യതയുടെ മാനം ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ചടങ്ങുകൾ വരുമ്പോൾ ഇവരെയൊക്കെ കുറഞ്ഞ പക്ഷം ഗേറ്റിൻ്റെ പുറത്ത് നിർത്താനുള്ള എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം, സ്വകാര്യത സംരക്ഷിക്കാനുള്ള നിയമം ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പണ്ട് പറയുന്നത് പോലെ ഇന്നൊരു മൊബൈൽ ഫോണും ഒരു സംഗതിയും ഉണ്ടെങ്കിൽ വ്ളോഗറായി, യൂട്യൂബറായി മാറുന്ന ഒരു കാലമാണ്. വായിക്കേണ്ട, ചിന്തിക്കേണ്ട, പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും വേണ്ട, ഇതിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് നടന്ന് കാണിച്ചാൽ മതി. ഈ കാണിപ്പ് കുറച്ച് കൂടുന്നുണ്ട് ഈ ഫാത്തിമ തഹ്ലിയ അതുപോലെ തന്നെ പിന്നെ ഉള്ള ചില നേതാക്കളുടെ പിന്നാലെ എന്നുള്ളത് ഞാൻ പലപ്പോഴും ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു സഹോദരി തുല്യമായ സ്നേഹമുള്ള ഫാത്തിമ തഹ്ലിയയോട് ഞാൻ ഈ കാര്യം വിളിച്ച് സൂചിപ്പിച്ചിരുന്നു. അവരന്നേ എന്നോട് പറഞ്ഞു, ഇത് അനാവശ്യമാണ്, ഞാനിത് പലതവണ നമ്മൾ അറിയില്ല, ഇത് ബ്ലോഗറാണെന്ന് മനസ്സിലാവില്ല, നമ്മളോട് കാര്യം പറഞ്ഞിട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നതെന്നൊക്കെ പറഞ്ഞു. അന്നേ അതിൻ്റെ അപകട സൂചന ഞാൻ നൽകിയതാണ്. ഇപ്പോൾ അവർ തന്നെ ആ കാര്യത്തിൽ വളരെ കടുത്ത പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവരുടെ കുറിപ്പ് ആദ്യം വായിക്കാം. എന്നെ ലക്ഷ്യമാക്കി എൻ്റെ സ്വകാര്യത ലംഘിക്കുന്ന പാപ്പരാസി വീഡിയോ പ്രവർത്തനങ്ങളോട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ദിവസേന നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അത്തരം പരിപാടികളിൽ സംഘാടകർ ഔദ്യോഗികമായി ഫോട്ടോയും വീഡിയോയും ചിത്രീകരണാനുമതി ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു തിരിച്ചറിയൽ അടയാളങ്ങളുമില്ലാതെ മീഡിയ എന്ന പേരിൽ ചില പരിപാടികളിൽ ഇടപെടുകയും ചിത്രീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരാണ് സംഘാടകർ നിയോഗിച്ചവർ, ആരാണ് അനധികൃതമായി ഇടപെടുന്നവർ എന്ന് പലപ്പോഴും തിരിച്ചറിയാനാകാത്ത സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ സംഭാഷണങ്ങളും സ്വാഭാവിക ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും വളച്ചൊടിച്ച് ദൃശ്യങ്ങളാക്കി പകർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാണ്. സാധാരണ ജീവിതത്തിലെ ലളിതമായ നിമിഷങ്ങളെപ്പോലും വിചിത്രവും ഉദ്ദേശബോധ്യമുള്ളതുമായ ക്യാപ്ഷനുകൾ നൽകി സെൻസിറ്റൈസേഷണലൈസ് ചെയ്യുകയും അനാവശ്യ പ്രതികരണങ്ങളിൽ നെഗറ്റിവിറ്റി സൃഷ്ടിക്കുകയും അതിനെ മോണിറ്റൈസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവണത അതീവ അപലപനീയമാണ്. ഇത്തരം ചാനലുകൾ എൻ്റെ PR പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഞാൻ വ്യക്തമായി അറിയിക്കുന്നു. പൊതുവിടങ്ങളിലാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്. അത് മാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. അതൊരു കോഡ് ഓഫ് കോണ്ടക്റ്റും പാലിക്കാതെ ഒരു മൊബൈൽ ഫോണുമായി എത്തി ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇതെൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, എന്നോടൊപ്പം വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള അതിക്രമം കൂടിയാണ്. മനുഷ്യൻ്റെ സ്വകാര്യത ലംഘിക്കുകയും ഉദ്ദേശപൂർവ്വം അവമാനിക്കാനും പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ഇത്തരത്തിലുള്ള പാപ്പരാസി രീതികൾ തുടർന്നാൽ അത് വ്യക്തമായ സ്റ്റോക്കിങ്ങും പ്രൈവസി വയലേഷനുമായി കണക്കാക്കി ആവശ്യമായ നിയമ നടപടി എടുക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നു. ഇതാണ് അവരുടെ കുറിപ്പ്. ഇത് കുറേ നാളുകളായി തുടരുന്നൊരു ഏർപ്പാടാണ്. ഏതായാലും ഇക്കാര്യത്തിൽ അവരിപ്പോഴെങ്കിലും പ്രതികരിച്ചത് നന്നായി എന്ന് മാത്രമല്ല, അതിലൊരു തുടർ പ്രതികരണവും ഇടപെടലും കൂടി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.